തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷനിലെ മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും ആ വീഡിയോയിൽ കമൻ്റ് ഇട്ടിരുന്നു, അങ്ങനെയല്ല, ഭംഗിയായി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ മലയാള മനോരമയുടെ 4-ാമത്തെ പേജിൽ വളരെ കൃത്യമായൊരു വാർത്തയുണ്ട്. അത് തിരുവനന്തപുരം ജില്ലാ പേജിലാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ പല ജില്ലകളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. അനാസ്ഥയുടെ കുടക്കീഴിൽ താളം തെറ്റി ശുചീകരണം. പൂർവ്വകാല ശുചീകരണം എന്ന് പറയുന്നത് കൃത്യമായി താളം തെറ്റിയാണ് ഓടുന്നത്. ആമേഴഞ്ഞാൻ തോടിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചിത്രത്തിൽ ആമേഴഞ്ഞാൻ തോടിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. ആമേഴഞ്ഞാൻ തോടിൻ്റെ പ്രശ്നം, ആമേഴഞ്ഞാൻ തോട് ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും മൈനർ ഇറിഗേഷനും എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ആവശ്യമുണ്ട്, കോർപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കോർഡിനേഷൻ തിരുവനന്തപുരത്ത് നടക്കുന്നില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൊരു പുതിയ ഭാഗ്യമെന്ന് പറയുന്നത് CP ജോൺ മന്ത്രിയായിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല താല്പര്യവും വിഷനുമുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. അതുപോലെ തന്നെ മുരളീധരൻ തൊട്ടടുത്തുള്ള മണ്ഡലത്തിലെ മന്ത്രിയാണ്. അപ്പോൾ 2 മന്ത്രിമാർ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കൃത്യമായി പരിഹരിക്കാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തുകളിലും ഈ വിഷയമുള്ളതായി പറയുന്നു. ഇത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ കൊച്ചി കോർപ്പറേഷൻ എടുത്താലും, കോഴിക്കോട് എടുത്താലും, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എടുത്താലും, ഏത് പഞ്ചായത്ത് എടുത്താലും, ഏത് ഗ്രാമം എടുത്താലും, ഏത് പ്രദേശം എടുത്താലും ഈ വിഷയം വളരെ വലിയ വിഷയമാണ്. ഉദ്ഘാടനം നടത്തിയിട്ട് പോവുക, പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുക, ഗംഗയാർ പോലുള്ള മാലിന്യവാഹിനിയാക്കി മാറ്റുക, അതുപോലെ തന്നെ വകുപ്പുകളുടെ ഒരു നിസ്സഹകരണം വരുത്തുക. വളരെ വലിയ തോതിലാണ് ഇത് വരുന്നത്. എന്തായാലും ടെക്നോസിറ്റിയിലടക്കം, കഴക്കൂട്ടത്തെ ടെക്നോസിറ്റിയിലടക്കം വലിയ മാലിന്യമാണ്, കൂമ്പാരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോർപ്പറേഷൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്നുള്ളതാണ് വിഷയം. തീർച്ചയായിട്ടും VD സതീശൻ മുഖ്യമന്ത്രി ക്ലീൻ കേരള ഡ്രൈവ് 1 വർഷക്കാലത്തേക്ക് എടുക്കണം. വലിയ പരിപാടിയാണ് ഏറ്റെടുക്കേണ്ടത്. മഴക്കാലത്തിന് ഇപ്പോൾ ഡൽഹിയിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രി വന്നാൽ അടിയന്തരമായി സ്പെഷ്യൽ അജണ്ടയായി തന്നെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കണം. ശുചിത്വ മിഷൻ്റെ അലകും പിടിയും മാറണം. അത് പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിന് കീഴിലുള്ള ഒരു ചെറിയ സംവിധാനമായിട്ടാണ് പോകുന്നത്. അത് പോരാ, അതിനെ വിപുലമായൊരു സംവിധാനമാക്കി മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സംസ്ഥാനതല സമിതി അത് നോക്കി കൃത്യമായൊരു ക്യാമ്പയിൻ എടുക്കണം. UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ നല്ല നാട് നല്ല വെള്ളം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ക്യാമ്പയിൻ തുടങ്ങി. അതൊരു ഉദ്ഘാടനമൊക്കെ നടത്താനേ കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഗവൺമെൻറ് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നല്ല കേരളം എന്ന പേരിലോ, നല്ല നാട് നല്ല വെള്ളം എന്ന പേരിലോ, എന്ത് പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ശുചിത്വ കേരളമെന്നോ മാലിന്യമുക്ത കേരളം പേരല്ല വിഷയം. സകലമാന ജനങ്ങളെയും, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, NCC, SPC, NSS, അതുപോലെ തന്നെ ഭൂമിത്ര സേന, ഹരിതകർമ്മസേന, ക്ലബ്ബുകൾ, സകല പേരും, ഒരുപാട് സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്ത്. കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേനകൾ, വലിയ സംവിധാനമാണ് കേരളത്തിലുള്ളത്. ഈ സംവിധാനങ്ങളെ മുഴുവൻ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഓരോ ജില്ലയ്ക്കും മന്ത്രിമാർക്ക് ചുമതല നൽകി, 140 നിയോജക മണ്ഡലത്തിലും MLA മാർക്ക് ചുമതല നൽകി ക്ലീൻ കേരള ഡ്രൈവ് നടത്തണം. മുഖ്യമന്ത്രി മുന്നിലിറങ്ങണം. സിനിമാ നടന്മാരെയും സെലിബ്രിറ്റികളെയും സാഹിത്യകാരന്മാരെയും സാംസ്കാരിക നായകരെയും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഈ 1 വർഷക്കാലം ഈ ഡ്രൈവിൻ്റെ ഭാഗമാക്കണം. അങ്ങനെ മുഴുവൻ പേരെയും കൊണ്ട് സമത്വസുന്ദരമായ അല്ലെങ്കിൽ സുന്ദരമായ ഒരു കേരളത്തെ നമുക്ക് തിരിച്ചെടുക്കണം. കേരളത്തിൻ്റെ മനോഹാരം തിരിച്ചെടുക്കണം. മുഴുവൻ പുഴകളും, മുഴുവൻ നദികളും, തോടുകളും എല്ലാം സമയബന്ധിതമായി അത് വൃത്തിയാക്കണം. നാടും തോടും നഗരവും ഗ്രാമങ്ങളും റോഡുകളും പൊതുവിടങ്ങളും ക്യാമ്പസുകളും എല്ലാം വളരെ കൃത്യമായി അടുത്ത 1 വർഷക്കാലം കൊണ്ട് അത് സമയമെടുക്കും. കാര്യം ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ സമയമെടുക്കും. അതുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടക്കട്ടെ. അതിൻ്റെ ഭാഗമായി വിപുലമായ പ്രചരണ പരിപാടികൾ നടക്കണം. ആ പ്രചരണ പരിപാടി VD സതീശൻ അവർകൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ബഡ്ജറ്റ് എല്ലാം കൂടെ കഴിഞ്ഞാൽ വളരെ വലിയ സന്നാഹം നടത്തി തീർച്ചയായിട്ടും ഒരു ആഗസ്റ്റ് 15, ഇപ്പോൾ ജൂണിൽ ബഡ്ജറ്റ് വരും, ജൂലൈ, ആഗസ്റ്റ് 15 തുടങ്ങിയാലും മതി. പുതിയ സ്വാതന്ത്ര്യം, ക്ലീൻ കേരള, മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന പേരിൽ ആഗസ്റ്റ് 15 തുടങ്ങിയാലും മതി. കാരണം കുറച്ച് തയ്യാറെടുപ്പ് നടത്തണമല്ലോ. ഇപ്പോൾ ഉടനെ തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കട്ടെ. അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 മുതൽ അടുത്ത ഓഗസ്റ്റ് 15 വരെയുള്ള വളരെ കൃത്യമായൊരു ക്യാമ്പയിൻ നടത്താൻ ഹരിത കേരള മിഷനൊക്കെ ഉണ്ടെങ്കിൽ, അത് തുടരുകയാണെങ്കിൽ അത് ആലോചിക്കുക. ശുചിത്വ കേരള മിഷനുണ്ട്, അതിൻ്റെ സംവിധാനം വിപുലപ്പെടുത്തി ആലോചിക്കുക. ഏത് സംവിധാനം വേണമെന്നൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കുക. അത് ഗവൺമെൻറ് നയമാണ്. എന്തായാലും വളരെ കൃത്യമായൊരു ക്ലീൻ കേരള ഡ്രൈവ് മുഖ്യമന്ത്രി ചെയർമാനായി, മുഖ്യമന്ത്രി എല്ലാ ആളുകളെയും, സമസ്ത ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് 14 ജില്ലകളിലും 14 മന്ത്രിമാർക്ക് ചുമതല കൊടുത്ത്, ബാക്കി മന്ത്രിമാർക്ക് ജില്ലകളിലെ മറ്റ് സ്ഥലങ്ങളിൽ ചുമതല കൊടുത്ത്, 140 MLA മാർക്കും ചുമതല കൊടുത്ത് അവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി
മനോഹരമായൊരു ക്ലീൻ കേരള ഡ്രൈവ് നടക്കട്ടെ. കൃത്യമായി 102 MLA-മാർ ഭരണപക്ഷത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരു 80% സ്ഥലത്തെങ്കിലും വളരെ കൃത്യമായി, ഇനി പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ തിരിഞ്ഞു നിന്നാലും, അങ്ങനെ സാധ്യതയില്ല, അഥവാ തിരിഞ്ഞു നിന്നാലും 80% സ്ഥലത്തെങ്കിലും ഇത് നടക്കും. അതുകൊണ്ട് തന്നെ ഈ വലിയ സംവിധാനമായിട്ട് ഇത് വരട്ടെ. മന്ത്രിമാരൊക്കെ ഇറങ്ങി നിന്നാൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും. VD സതീശൻ്റെ ഭരണകാലയളവിലെ ഒരു പൊൻതൂവലായി 26-27 വർഷം മാറട്ടെ. ക്ലീൻ കേരള ഡ്രൈവ് എടുക്കട്ടെ. ഇപ്പോൾ കേരളമാകെ ഒരു ആമയിഴഞ്ചാനായിട്ടുണ്ട്. അതിനെ മാറ്റി കേരളത്തെ വളരെ സുന്ദരമായൊരു കേരളമാക്കി എടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടക്കട്ടെ.